morning. കഴിഞ്ഞ ക്ലാസ്സിലെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ബാക്കിയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ പറഞ്ഞു കഴിഞ്ഞു, ഒരാൾ നിശ്ചിത എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ മുതൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന് കുറച്ച് ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ആൻഡ് റൈറ്റ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമാണ് ഒബ്ലിഗേഷൻ ടു ഓണർ ഹിസ് കസ്റ്റമേഴ്സ് ചെക്സ്. ഒരു കസ്റ്റമറുടെ ചെക്ക് ഓണർ ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കറുടെ ഒബ്ലിഗേഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഇരിക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചെക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അതിന് പണം നൽകുക, അതാണ് ബാങ്കറുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ചില കാരണം കൊണ്ട് ഇത്തരം വർക്കുകൾ ഡിസോണറായി പോയേക്കാം. ചെക്കുകളിലെ ഡേറ്റുകളിലെ വ്യത്യാസമുണ്ടോ, സിഗ്നേച്ചറോ, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാകാതിരിക്കുക. സഫീഷ്യൻ്റ് ആയ ഫണ്ട് മീൻസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ദ ചെക്ക്. ചെക്കിന് തുല്യമായ തുക നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രം ഓണർ ചെയ്താൽ മതിയോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്കർക്ക് കസ്റ്റമറുടെ ചെക്കുകൾ ഓണർ ചെയ്താൽ മതിയാവും. ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത്, വെൻ എ ഗാർണിഷ് ഓർഡർ ഈസ് സർവ്ഡ് ഓൺ ദ ബാങ്ക്. ഒരു ഗാർണിഷ് ഓർഡർ ഉണ്ടെങ്കിൽ ബാങ്കർ ചെക്കുകൾ ഓണർ ചെയ്യേണ്ടതില്ല. ഗാർണിഷ് ഓർഡർ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വളരെ വിശദമായിട്ട്. ഗാർണിഷ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതൊരു കോർട്ട് ഓർഡറാണ്. കോർട്ട് ഇഷ്യൂ എന്നൊരു ഓർഡറാണ്, അക്കൗണ്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓർഡറാണ്. അത്ര ഓർഡർ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് ഒരു പണവും ആർക്കും കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതല്ലാത്തടത്തോളം കാലം ചെക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് എല്ലാ മാനേജ് പൂർത്തിയാക്കിയതാണ് എങ്കിൽ ആ അത്തരം ചെക്കുകൾക്കുള്ള പണം ബാങ്ക് നൽകുക എന്നുള്ളത് ബാങ്കിന്റെ കർത്തവ്യമാണ്. ഇനി അടുത്ത ബാങ്കറുടെ റൈറ്റ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസിയാണ്. ബാങ്കറുടെ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒബ്ലിഗേഷനാണ് മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ഹിസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ട് സുരക്ഷിതമായിട്ട് അതിൻ്റെ വിവരങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്താതെ സൂക്ഷിക്കുക എന്നുള്ളത് ബാങ്കറുടെ മറ്റൊരു ഒബ്ലിഗേഷനാണ്. ഇത്തരം ഒബ്ലിഗേഷൻസ് നോക്കുമ്പോൾ ചില എക്സെപ്ഷൻസ് അതിനകത്തുണ്ട്. അത് താഴെ പറഞ്ഞിട്ടുണ്ട്. വെൻ ലോ റിക്വയർസ്, നിയമം മൂലം ഇത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ വെളിപ്പെടുത്താം. ഇപ്പോൾ കസ്റ്റമർ ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഏതെങ്കിലും കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോർട്ട് പറയാണ് വിവരങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോർട്ടിന് കൊടുക്കാം. Then when the practice and usage among bankers, ബാങ്കേഴ്സിന്റെ പ്രാക്ടീസ്, അവർ പ്രാക്ടീസ് എന്ന് പറയുന്ന ഫെലോ ബാങ്കർ, അവർ കൂടെയുള്ള ബാങ്കറിനെ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് അങ്ങനെ ഒരു എൻക്വയറി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൈമാറ്റം കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ തന്നെ നമ്മുടെ ബാങ്കിന്റെ പേര് റെഫർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ബാങ്കിന്. അങ്ങനെയുള്ളപ്പോഴും നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ അവർക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പ്രസ് കൺസെന്റ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറെ എക്സ്പ്രസ് കൺസെന്റ്, അങ്ങനെയുള്ളപ്പോഴും എക്സ്പ്രസ് കൺസെന്റ് എന്ന് പറയുമ്പോൾ നിരുപാധികമായിട്ടുള്ള നമ്മുടെ സമ്മതം, അത്തരം സമ്മതമുള്ളപ്പോഴും കസ്റ്റമർ സമ്മതമുള്ളപ്പോഴും ബാങ്കർക്ക് ഈ വിവരങ്ങൾ മറ്റൊരു മൂന്നാമതൊരാൾ വെളിപ്പെടുത്താം. അതല്ലാത്തവർക്കും കാലം നമ്മുടെ അക്കൗണ്ടുകൾ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ സീക്രട്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ earlier the books of accounts were required to be produced in court of law as evidence. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഏതെങ്കിലും ഡിസ്പ്യൂട്ടിൽ പെട്ടു, അപ്പോൾ കോർട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് നമ്മൾ തെളിവെന്ന രീതിയിൽ കൊണ്ടുപോയി കറക്റ്റ്, അല്ലെങ്കിൽ ബാങ്കറും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്കർക്ക് അതൊരു തെളിവെന്ന എവിഡൻസ് എന്ന രൂപത്തിൽ കോർട്ടിന് മുന്നാകെ കാണിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് റൈറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബാങ്കേഴ്സിന്റെ ഒബ്ലിഗേഷൻ ആണ്. റൈറ്റ് ഓഫ് ദ ബാങ്കർ നോക്കുക. റൈറ്റ് ഓഫ് ജനറൽ ലീൻ മീൻസ് ദ റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ടു റിട്ടേൺ ദ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓൺഡ് ബൈ ദ ക്രെഡിറ്റർ അണ്ടിൽ ദ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ഹിം ഈസ് റീപെയ്ഡ്. അപ്പോൾ ലീൻ എന്ന് പറയുന്നത് നോക്കുക, ദ റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ, ക്രെഡിറ്ററുടെ അവകാശമാണ്. ടു റിട്ടേൺ മീൻസ് കൈവശം വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് ദ ക്രെഡിറ്റർ of the debtor until the debt due from him is repaid. അപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നത് വരെ
അവരുടെ എന്താണോ അവർ സെക്യൂരിറ്റി ആയി കൊടുത്തിരിക്കുന്നത്, ഏത് വസ്തുവകളാണ് കൊടുത്തിരിക്കുന്നത്, കൈവശം വെക്കാനുള്ള അവകാശം, അതിനാണ് ലീൻ എന്ന് പറയുന്നത്. ആ അവകാശം തന്നെ ബാങ്കർക്കുണ്ട്. നോക്കുക, റീറ്റെയിൻ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഡെറ്റർ. ഡെറ്റർ ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ ഈട് നൽകിക്കൊണ്ട് ലോൺ വാങ്ങും. അങ്ങനെ ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഈട് കൊടുത്ത സാധനങ്ങൾ, ആ സെക്യൂരിറ്റീസ്, അത് റിട്ടേൺ ചെയ്ത് വെക്കാനുള്ള അവകാശം ബാങ്കർക്കുണ്ട്. അത് എപ്പോൾ വരെ? ഈ ലോൺ എടുത്ത എമൗണ്ട് റീപേ ചെയ്യുന്ന വരെ. മറ്റൊരു കാര്യം, ഇത് റീറ്റെയിൻ ചെയ്ത് കയ്യിൽ വെക്കാന്നതിന്റെ അർത്ഥം അത് വിൽക്കാനുള്ള അവകാശം ഒരിക്കലും ബാങ്കർക്ക് ലഭിക്കുന്നില്ല. നമ്മൾ സൂക്ഷിക്കാൻ ലഭിച്ച അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഗുഡ്സോ മറ്റ് സെക്യൂരിറ്റീസോ അത് റിട്ടേൺ ചെയ്ത് കയ്യിൽ വെക്കുക, അത് ഒരിക്കലും വിൽക്കാനുള്ള അവകാശം ബാങ്കർക്ക് ലഭിക്കുന്നില്ല. ഇനി ലീൻ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. വൺ ഈസ് ജനറൽ ലീൻ, അനദർ വൺ ഈസ് പർട്ടിക്കുലർ ലീൻ. ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസിനും ഉള്ള അവകാശം. പർട്ടിക്കുലർ ലീൻ മീൻസ് ആ പ്രത്യേക ലോണിന്, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ലോണിന് വേണ്ടി കൊടുത്തിരിക്കുന്നെങ്കിൽ ആ പർട്ടിക്കുലർ ഇതിന് വേണ്ടി മാത്രമുള്ള ലീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അടുത്ത് നോക്കുമ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ആണ് വരുന്നത്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് മറ്റൊരു ബാങ്കറുടെ അടുത്ത ഒരു റൈറ്റ് ആണെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അവകാശം. ദ മ്യൂച്വൽ ക്ലെയിംസ് ഓഫ് ദ ഡെറ്റർ ആൻഡ് ദ ക്രെഡിറ്റർ ആർ അഡ്ജസ്റ്റഡ് ടുഗദർ ആൻഡ് ഫൈനലി ഡിറ്റർമൈൻ ദ എമൗണ്ട്. ഒന്നിലധികം അക്കൗണ്ടുകൾ, അപ്പൊ നമുക്ക് ഒന്നിലധികം ലോൺ അക്കൗണ്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഒരു ലോൺ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾക്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ 1.5 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പൊ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്, 1.5 ലക്ഷം രൂപ നമ്മുടെ ലോൺ എമൗണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത് രണ്ട് അക്കൗണ്ട്, അത് ഒന്ന് ലോൺ അക്കൗണ്ട് ആണ്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്, രണ്ടും കൂടെ തന്നെ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നെറ്റ് എമൗണ്ട് നമുക്ക് പേ ചെയ്യാനോ റിസീവ് ചെയ്യാനുള്ള ഒരു റൈറ്റ്, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബാങ്കറുടെ അവകാശമാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർ കിട്ടാനാണെങ്കിൽ കസ്റ്റമർ കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കർ കിട്ടാണെങ്കിൽ ബാങ്കിലേക്ക് കൊടുക്കുക. അങ്ങനെ അക്കൗണ്ടുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാനുള്ള ബാങ്കറുടെ റൈറ്റ്. ദെൻ അടുത്തത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഇത് പറയുന്നത് ഒന്നിലധികം ലോൺ അക്കൗണ്ട്. ഇഫ് ദ കസ്റ്റമർ ഹാസ് മോർ ദാൻ വൺ ലോൺ അക്കൗണ്ട്, ദ കസ്റ്റമർ ഈസ് ഡയറക്ട് ദ പേയ്മെന്റ് ടുവേഴ്സ് any loan, or the banker has the right to appropriate the payment of his customer. അതായത് ഒരു കസ്റ്റമർക്ക് ഒന്നിലധികം ലോൺ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. കസ്റ്റമർക്ക് 1 ലക്ഷം രൂപയുടെ ലോൺ അക്കൗണ്ട്, അതേ ബാങ്കിൽ തന്നെ ഒരു 2 ലക്ഷം രൂപയുടെ ലോൺ അക്കൗണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ലോൺ അക്കൗണ്ട് നിലവിലുണ്ട്, 2 ലക്ഷം രൂപയുടെ മറ്റൊരു ലോൺ അക്കൗണ്ട്, അങ്ങനെ 2 ലോൺ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സമയത്ത് കസ്റ്റമർ ഒരു 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും ലോൺ അക്കൗണ്ടിലേക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് അത് ആദ്യം തന്നെ കസ്റ്റമർ അവകാശം നമുക്ക് പറയാം, അത് നമ്മുടെ 1 ലക്ഷം രൂപയുടെ ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എങ്കിൽ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പക്ഷേ ഏത് അക്കൗണ്ടും നമ്മൾ അതിനകത്ത് നോട്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ദെൻ ബാങ്കർ ഹാസ് ദ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ പേയ്മെന്റ്. ബാങ്കർ ഉചിതമായ ലോൺ അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്, ഏതിലേക്ക് വേണമെങ്കിലും അതൊക്കെ വരവേക്കാവുന്നതാണ്. ആ അവകാശത്തെയാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ്, പലിശ വാങ്ങാനുള്ള ബാങ്കറുടെ അവകാശം. അപ്പോൾ ബാങ്കർക്ക് ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ദി ലോൺ അക്കൗണ്ട്സ്, കസ്റ്റമറുടെ മുകളിലുള്ള ഏത് ലോൺ അക്കൗണ്ടിലും പലിശ ഈടാക്കാനുള്ള ബാങ്കിന്റെ അവകാശമാണ് റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ആദ്യമേ തന്നെ പറഞ്ഞത് ബാങ്കറുടെ റൈറ്റ്, ദെൻ ബാങ്കർ ഒബ്ലിഗേഷൻ, പിന്നെ റൈറ്റ് ആണ്. ദെൻ അടുത്ത ടോപ്പിക് വരുന്നത് ഡിസോണർ ഓഫ് ചെക്ക്. അപ്പൊ നമ്മൾ ചെക്ക് ഓണർ ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ചെക്ക് ഓണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ അക്കൗണ്ടിൽ പൈസ ഉള്ളിടത്തോളം കാലം ചെക്ക് എല്ലാവിധ മാൻഡേറ്റുകളും പാലിച്ചിട്ടുള്ളതാണെങ്കിൽ ആ ചെക്ക് ഓണർ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ വരികയോ മറ്റും പല കാരണങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചെക്കുകൾ ഡിസോണർ ആവും, പണം നൽകാതെ മടക്കുക. അതാണ് ഡിസോണർ എന്ന് പറയുന്നത്. ഒരു ചെക്കിൽ സ്വീകരിക്കുന്നു, പക്ഷെ അതിന് പണം വരവെക്കാതെയോ അല്ലെങ്കിൽ പണം കൊടുക്കാതെയോ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചയക്കുക, ഇത്തരത്തിന് ആണ്
ഡിസോണർ ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചെക്ക് ഈസ് ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ചെക്ക് എന്ന് പറയുന്നത് മറ്റ് റുപ്പി പോലെ തന്നെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെന്റ് വിത്തൗട്ട് എനി നീഡ് ഓഫ് ക്യാരി ക്യാഷ്. ചെക്കുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് പൈസയ്ക്ക് പകരം കൈമാറ്റം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന രൂപത്തിലാണ്. Then dishonorable check is check that is credited by the bank for numerous reasons. പല കാരണങ്ങൾ കൊണ്ടും ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാതിരിക്കുക. ചെക്കിന്റെ എമൗണ്ട് ഒന്നുകിൽ പ്രസന്റ് ചെയ്ത ആൾക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് പല പല കാരണങ്ങളുണ്ടാകും. ഒന്ന് ഡേറ്റിലുള്ള എറർ ഉണ്ടെങ്കിൽ ആ ചെക്കുകൾ പേ ചെയ്യില്ല. സിഗ്നേച്ചർ ഓൾറെഡി സിഗ്നേച്ചറിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ അത്തരം ചെക്കുകൾ പേ ചെയ്യുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ഇല്ലാതിരിക്കുക. കസ്റ്റമറുടെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലാതിരിക്കുക. അപ്പോഴും ചെക്കുകൾ ഡിസോണർ ചെയ്യാം. ദെൻ റോങ്ഫുൾ ഡിസോണർ. അപ്പോൾ സാധാരണഗതിയിൽ അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കാം, മറ്റു കാരണങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് വരുന്ന ചെക്കുകളെല്ലാം തന്നെ ഓണർ ചെയ്തിരിക്കും. ദെൻ റോങ്ഫുൾ ഡിസോണർ. അപ്പോൾ ഡിസോണർ ആവുന്ന ചെക്ക് റോങ്ഫുള്ളി ആവുക. റോങ്ഫുൾ ഡിസോണർ മേ ബി ബൈ മിസ്റ്റേക്ക് ഓർ നെഗ്ലിജൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് എനി എംപ്ലോയി. റോങ്ഫുൾ ഡിസോണർ എന്ന് പറയുന്നത് ബൈ മിസ്റ്റേക്ക് ആയിരിക്കും കൂടുതൽ. ബൈ ദ പാർട്ട് ഓഫ് ബാങ്കിങ് എംപ്ലോയി, ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച മൂലം ഒരു ചെക്ക് ഡിസോണർ ആവുക. അതിനെ വി ക്യാൻ അസ്യൂം റോങ്ഫുൾ ഡിസോണർ. ദെൻ സാധാരണഗതിയിൽ ഇത്തരം ചെക്കുകൾ ഡിസോണർ ആവുന്ന ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ആകാറുള്ളൂ. ദെൻ ഡിസോണർ ആയി കഴിഞ്ഞാൽ ഒരു ചെക്ക് റോങ്ഫുള്ളി ഡിസോണർ ആയി കഴിഞ്ഞാൽ ദെൻ ബാങ്കർ ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു കസ്റ്റമർ. There are two type of compensation. One for monetary loss and another for the loss of reputation. ഒരു കസ്റ്റമറുടെ ചെക്ക് റോങ്ഫുള്ളി ഡിസോണർ ആയി കഴിഞ്ഞാൽ ബാങ്കർ ലയബിൾ ആണ് ഫോർ ദ കോമ്പൻസേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ആക്ച്വൽ ചെക്ക് പ്ലസ് ദ റെപ്യൂട്ടേഷൻ ലോസ്. ഒരു ബിസിനസ്മാന്റെ ചെക്കാണ് ലോസ് ആവണമെങ്കിൽ, ഇങ്ങനെ റോങ്ഫുള്ളി ഡിസോണർ ആവണമെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന റെപ്യൂട്ടേഷൻ ലോസ് അതുകൂടെ പേ ചെയ്യാൻ ബാങ്കർ ബാധ്യസ്ഥനാണ്. മോണിറ്ററി ലോസ് എന്ന് പറഞ്ഞാൽ പണപരമായ നഷ്ടം. 10,000 രൂപ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പണപരമായ നഷ്ടമാണ് എത്രയാണോ അത് കോർട്ടാണ് ഡിസൈഡ് ചെയ്യുക. അത്തരം കോർട്ട് ഡിസൈഡ് ചെയ്യുന്ന എമൗണ്ട് കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥനാണ്. റെപ്യൂട്ടേഷൻ ലോസും അത് ആർക്കാണ് നഷ്ടമുണ്ടായാൽ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ലോസും കൂടെ ബാങ്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ദെൻ ഡിസോണർ ചെക്കും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ട ശേഷം നോട്ട്സ്, ഇത് പോയിന്റുകൾ മാത്രമാണ് നമ്മുടെ സ്ലൈഡിൽ ഉണ്ടായിരിക്കുക. അത് കുറച്ചും കൂടെ റെഫർ ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് റെഫർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.